നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇന്ത്യ നടത്തിയ ആദ്യത്തെ ആണവ പരീക്ഷണത്തിന്റെ അറിയപ്പെടുന്ന ഒരു കോഡ് നാമമാണ് ബുദ്ധൻ ചിരിക്കുന്നു അഥവാ ഓപ്പറേഷൻ സ്മൈലിംഗ് ബുദ്ധ. 1974 മെയ് 18 രാവിലെ ഇന്ത്യൻ സമയം 8:05 രാജസ്ഥാനിലെ ജയ്സാൽമേർ ജില്ലയിലെ പൊക്രാനിലുള്ള ഇന്ത്യൻ ആർമി ബേസായ പൊക്രാൻ പരീക്ഷണ റേഞ്ചിൽ ഈ പരീക്ഷണം നടത്തിയത്. ഐക്യരാഷ്ട്രസഭയിലെ 5 സ്ഥിരാംഗങ്ങളല്ലാതെ വേറൊരു രാജ്യം അണുപരീക്ഷണം നടത്തുന്നത് ആദ്യമായിട്ടായിരുന്നു. 8 കിലോ ടൺ ആയിരുന്നു അന്ന് ബോംബിന്റെ പ്രഹരശേഷി ഉണ്ടായിരുന്നത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിനു ശേഷം പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവാണ് ഹോമി ജെ ബാബയുടെ നേതൃത്വത്തിൽ ആണവ പരീക്ഷണത്തിന് സാങ്കേതിക അനുമതി നൽകിയത്. സമാധാന ലക്ഷ്യങ്ങൾക്കായി ആണവ പരീക്ഷണങ്ങൾ നടത്താനുള്ള ആണവോർജ്ജ നിയമം 1948 പാസാക്കപ്പെട്ടു. ഇന്ത്യ ആണവ നിരായുധീകരണത്തിനായി അന്താരാഷ്ട്ര തലത്തിൽ ഇടപെട്ടിരുന്നുവെങ്കിലും സ്വയം ഒപ്പിടാൻ തയ്യാറായിട്ടില്ല. ഇപ്പോൾ ആണവോർജ്ജ ഉൽപാദനം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്ന ഇന്ത്യക്ക് സഹായ വാഗ്ദാനവുമായി എത്തിയിരിക്കുകയാണ് റഷ്യ. ഏകദേശം 75% വിപണി വിഹിതമുള്ള ആഗോള ആണവ കയറ്റുമതിയിലെ പ്രബലനാണ് റഷ്യയുടെ സർക്കാർ ഉടമസ്ഥതയിലുള്ള ആണവോർജ്ജ കോർപ്പറേഷനായ റോസാറ്റം. പുതിയ യുറേനിയം നിക്ഷേപങ്ങൾ കണ്ടെത്താനും ഭൂമിയിൽ നിന്ന് യുറേനിയം അയിര് വേർതിരിച്ചെടുക്കാനും ആണവ ഇന്ധനത്തിന് ആവശ്യമായ അളവിൽ യുറേനിയം സമ്പുഷ്ടമാക്കാനുമുള്ള സാങ്കേതിക വിദ്യ എല്ലാം തന്നെ റോസാറ്റോമിനുണ്ട്. റോസാറ്റം ഇന്ത്യക്ക് ചെറിയ മോഡുലാർ റിയാക്ടറുകൾ സ്ഥാപിക്കുന്നതിനുള്ള സാങ്കേതിക വിദ്യ കൈമാറ്റം ചെയ്യുമെന്ന് വാഗ്ദാനം ചെയ്തിരിക്കുകയാണ്. ഇന്ത്യയുടെ തീരദേശ പ്രദേശങ്ങളിൽ ഇത്തരം മോഡുലാറുകൾ സ്ഥാപിക്കാനുള്ള സാധ്യതയാണ് റോസാറ്റം പരിശോധിക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ആണവോർജ്ജ കേന്ദ്രമായ തമിഴ്നാട്ടിലെ കൂടംകുളത്തുള്ള ആണവ നിലയമാണ് റോസാറ്റം വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമൊപ്പമുള്ള സന്ദർശനവേളയിൽ മോദി റഷ്യയിലെ ആറ്റം പവലിയൻ സന്ദർശിച്ചിരുന്നു. കഴിഞ്ഞ വർഷം ഇരു രാജ്യങ്ങളും തമ്മിൽ ഒപ്പുവെച്ച നിരവധി കരാറുകളിൽ മോഡുലാർ സാങ്കേതിക വിദ്യയുമായി സഹകരിക്കുന്നതിനെപ്പറ്റി സൂചിപ്പിക്കുന്നുമുണ്ട്. ജൂലൈയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റഷ്യൻ സന്ദർശന സമയത്ത് പുറത്തിറക്കിയ സംയുക്ത പ്രസ്താവനയിൽ ഉൾപ്പെടെ ആണവോർജ്ജ മേഖലയിലെ സഹകരണം കൂടുതൽ ആഴത്തിലാക്കുന്നതിനാണ് ഊന്നൽ നൽകിയിരുന്നത്. റഷ്യ രൂപകൽപ്പന ചെയ്ത 6 റിയാക്ടറുകൾ ഉൾക്കൊള്ളുന്ന കൂടംകുളം പദ്ധതിയിലെ 2 യൂണിറ്റുകൾ ഇതിനകം പ്രവർത്തനക്ഷമമായിട്ടുണ്ട്. ശേഷിക്കുന്ന 4 2027 പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മാത്രമല്ല, ഫ്ലോട്ടിംഗ് ആണവ നിലയങ്ങൾക്കും ചെറിയ മോഡുലാർ റിയാക്ടറുകൾക്കും പുറമെ ആണവോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ഐസ് ബ്രേക്കറുകൾ, ഫ്ലോട്ടിംഗ് ന്യൂക്ലിയർ പവർ പ്ലാന്റുകൾ എന്നിവ ഉൾപ്പെടെ വിവിധ ആണവോർജ്ജ സാങ്കേതിക വിദ്യകളെയും പദ്ധതികളെയും കുറിച്ച് മോഡിയോടൊപ്പം പുടിനും ചർച്ച നടത്തിയിട്ടുണ്ട്. ഇന്ത്യക്ക് ചെറിയ ആണവ റിയാക്ടറുകൾ നൽകാനും മുഴുവൻ നിർമ്മാണ സാധനങ്ങൾ കൈമാറാനും റഷ്യയ്ക്ക് കഴിയുമെന്ന് റോസാറ്റം ഡയറക്ടർ ജനറൽ അലക്സി ലിഖാച്ചേവ് മോദിയോട് പറഞ്ഞിട്ടുള്ളതായ റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്. ചെറിയ മോഡുലാർ റിയാക്ടറുകൾ പുതിയ തലമുറയിലെ ആണവ റിയാക്ടറുകളാണ്. വലുപ്പത്തിൽ ചെറുതും മോഡുലാർ രീതിയിൽ രൂപകൽപ്പന ചെയ്തിട്ടുള്ളവയുമാണ് ഇത്. ഓരോ ചെറിയ മോഡുലാർ റിയാക്ടർ യൂണിറ്റും സാധാരണയായി 300 മെഗാവാട്ട് വരെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുന്നതാണ്. ഇത് ഒരു പരമ്പരാഗത ആണവ നിലയത്തിന്റെ ശേഷിയുടെ ഏകദേശം 1/3 വരുന്നത്. ചെറിയ മോഡുലാർ റിയാക്ടറുകളുടെ വിന്യാസം നിരവധി ഊർജ്ജ ഉൽപ്പാദന വെല്ലുവിളികളെ മറികടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പ്രത്യേകിച്ച് വലിയ തോതിലുള്ള വൈദ്യുത നിലയങ്ങൾ സ്ഥാപിക്കാൻ സാധിക്കാത്ത പ്രദേശങ്ങളിൽ ഇത് വളരെ വലിയ ഒരു അനുഗ്രഹമായി തീരും. പരമ്പരാഗത ആണവ നിലയങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ചെറിയ മോഡുലാർ റിയാക്ടറുകൾ ഫാക്ടറികളിൽ നിർമ്മിച്ച് പിന്നീട് സൈറ്റുകളിലേക്ക് കൊണ്ടുപോകാൻ കഴിയുന്നവയുമാണ്. ഇന്ത്യയുമായി ആണവോർജ്ജ കേന്ദ്രത്തിന്റെ നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരേയൊരു വിദേശ കമ്പനിയാണ് റോസാറ്റം. പക്ഷേ ഇന്ത്യയിലെ ആണവോർജ്ജ കേന്ദ്രങ്ങളിൽ അമേരിക്കയും ഫ്രാൻസും ഇപ്പോൾ ആകർഷകരായിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ വാർത്ത. ഇന്ത്യയുമായി സഹകരിക്കാൻ താൽപര്യം പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ രാജ്യങ്ങൾ എന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ആഗോള പ്രതിരോധ മേഖലയിലുള്ള ഇന്ത്യയുടെ തന്ത്രപരമായ പ്രാധാന്യത്തെയും നിർണായക സാങ്കേതിക മേഖലകളിലെ പങ്കാളിത്തത്തിനുള്ള സാധ്യതയുമാണ് ആണവോർജ്ജ മേഖലയിലുള്ള ഈ വളർച്ച സൂചിപ്പിക്കുന്നത്. 20 ബില്യൺ ധനസഹായത്തോടെ ഇന്ത്യൻ സർക്കാർ ഒരു ആണവോർജ്ജ ദൗത്യം പ്രഖ്യാപിച്ചതിന് ശേഷമാണ് ഈ റിപ്പോർട്ട് വരുന്നത്. 2025-26 സാമ്പത്തിക വർഷത്തേക്കുള്ള ഫെഡറൽ ബജറ്റ് പ്രഖ്യാപനത്തിൽ ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഈ ദൗത്യത്തിന് കീഴിൽ 2033 ഇന്ത്യ 5 ചെറിയ മോഡുലാർ റിയാക്ടറുകൾ പ്രവർത്തനക്ഷമമാക്കാൻ പദ്ധതിയിടുന്നതായി എടുത്തു പറഞ്ഞിട്ടുമുണ്ട്. 2047 ആകുമ്പോഴേക്കും 100 ഗിഗാവാട്ട് ആണവോർജ്ജ ശേഷി കൈവരിക്കുക എന്ന ലക്ഷ്യത്തോടെ ഊർജ്ജോൽപാദനം വർദ്ധിപ്പിക്കുന്നതിനുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധതയായിരിക്കും ഈ പദ്ധതി എന്നാണ് ധനമന്ത്രി പറഞ്ഞത്.
2070 ആകുമ്പോഴേക്കും നെറ്റ് സീറോ എമിഷൻ കൈവരിക്കാനുള്ള പദ്ധതിയുടെ ഭാഗമായി ആണവോർജ്ജ മേഖലയെ നിയന്ത്രിക്കുന്ന നിയമനിർമ്മാണം ഭേദഗതി ചെയ്യാനും ആണവോർജ്ജം പ്രയോജനപ്പെടുത്താനുമാണ് ഇന്ത്യ പദ്ധതിയിടുന്നത്. വൈദ്യുതി എത്തുന്നതിന് ബുദ്ധിമുട്ടുള്ള വിദൂര പ്രദേശങ്ങളിൽ വൈദ്യുതി എത്താൻ ഇത് സഹായിക്കുമെന്ന് വ്യവസായ നിരീക്ഷകരും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. മലയാളി വാർത്ത ഇൻസൈഡ്.